ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം കുറച്ച് വഴുതനങ്ങയുണ്ട്. ഇതും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഐറ്റം നമ്മളിന്ന് ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ തന്നെ ഏത് ആഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു ഐറ്റമാണിത്. അത് ചെയ്യേണ്ട രീതിയിൽ അത് ചെയ്തെടുത്താൽ കുഴഞ്ഞു പോകാതെ നമുക്കത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തെടുക്കും. അപ്പോൾ എങ്ങനെ ചെയ്തെന്ന് നോക്കിക്കണം. ഒരു 3-4 വഴുതനങ്ങയായി, ഒരു കത്തിരിക്കായി, ഇതും കൊണ്ടാണ് നമ്മളിന്ന് ആ ഐറ്റം ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ആദ്യമേ ഇതിൻ്റെ ഞെടുമ്പല്ല ഒന്ന് കളയട്ടെ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ ഇത് നമുക്ക് ഒരല്പ കാനത്തിൽ തന്നിട്ട് ഇതേപോലെ ഇച്ചിരി കട്ടിക്ക് തന്നെ ആയിരിക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അവിഞ്ഞു പോകുന്നതല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു 4ആയിട്ടൊക്കെ മുറിച്ച് അങ്ങോട്ട് ഇടുന്നത്. നമ്മൾ മുറിച്ചെടുക്കുമ്പോഴേ ഇത് കേടുണ്ടോയെന്ന് നോക്കണം. കേടുണ്ടെങ്കിൽ അത് അത്രയും ഭാഗം കളഞ്ഞിട്ട് അത് എടുക്കാവുള്ളൂ. ഇത് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. കാര്യം അത് വഴുതനങ്ങ ഇത് കത്തിരിക്കാമെന്നൊക്കെയാണ് ഇവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൂടെ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ ഇത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കാര്യം ഇച്ചിരി ഉപ്പ് വെള്ളത്തിൻ്റെ അകത്തിട്ട് കഴുകിയെടുത്താൽ ഞാനിപ്പോൾ അങ്ങനെ ഇത് കഴുകിയെടുത്തിരിക്കുന്നത്. നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി കേടില്ലെന്ന് ഉറപ്പ് വരുത്തിയ സാധനങ്ങളാണ് ഇത് മൊത്തം. ഇത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ട്. 1/2 കിലോ മൊത്തം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാം. അടുപ്പ് കത്തിയ ശേഷം ഒരു കടായി എടുത്ത് അങ്ങോട്ട് വെക്കാം. കടായി ഒന്ന് ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കൊരല്പം കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, കൂട്ടത്തിൽ ഇതുപോലെ ഒരു 5-8 വെളുത്തുള്ളി, ചെറുതും വലുതും എല്ലാം കൂടെ ആ വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. കൂട്ടത്തിൽ ഒരു 10-20 ചെറിയ ഉള്ളിയോ അല്ല സവോള എടുക്കുക. ഉള്ളിയാണ് കുറച്ചുകൂടെ നല്ല രുചി കിട്ടും. 2-3 ആയിട്ടൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നു. ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ ഉള്ളി ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ നിറമാണ്. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും എല്ലാം മൂത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഇത് കരിഞ്ഞു പോകാതെ ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ തീ ഒന്ന് കുറച്ച് വെക്കുകയാണ്. ഇതൊന്ന് വകഞ്ഞ് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ഭാഗം മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അല്പം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇത് എരിവ് നമ്മുടെ പാകത്തിന് വേണം. ഞാൻ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്നും അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ വഴുതനങ്ങ കത്തിരിക്ക എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കൂട്ടി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വാളംപുളി, ഒരു നെല്ലിക്കയുടെ അത്ര വെള്ളത്തിൻ്റെ അകത്തിട്ട് കുതിർന്നതിന് ശേഷം ആ പുളിവെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ്. ആ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്.
വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക എന്നൊക്കെ പറയുന്ന സാധനമുള്ളൂ പെട്ടെന്ന് തന്നെ നല്ലൊരു ആവി ഏർപ്പെടുത്തി തന്നെ അതങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. നമുക്കത് കുഴഞ്ഞു പോകാത്ത രീതി വേണം അത് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ സാധനം ഇതിൻ്റെ കൂട്ടെല്ലാം ചേർത്തു. ഇനി ഒന്ന് മൂടി വെക്കാം. ഇത് നമ്മളൊന്ന് മൂടി വെക്കുകയാണ്. ഇപ്പോൾ ഒരു മീഡിയം രീതിയിൽ തീ നിന്നാൽ മതി കേട്ടോ. തീ കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം രീതിയിൽ ഒരു 3-4 മിനിറ്റ് ആ ചെറിയ തീയിലൊന്നും ഇരിക്കട്ടെ. അപ്പോൾ നമ്മളൊരു 4 മിനിറ്റെങ്കിലും ചെറിയ തീയിലിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ മൂടി വെക്കണം. തുറന്ന് നോക്കുക. അപ്പോൾ നമ്മൾ പുളിവെള്ളമാണ് ഈ ഇരിക്കുന്നതൊക്കെ കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചില്ല, പുളിവെള്ളം ഒഴിച്ചായിരുന്നു. നമുക്ക് നമ്മുടെ കത്തിരിക്കായും വഴുതനങ്ങയൊന്നും വെന്ത് പൊടഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മളത് റെഡിയാക്കുന്നത്. 2 മിനിറ്റ് ആയതിനു ശേഷം നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒരല്പം കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ്. നമ്മൾ കഷ്ണം ഇച്ചിരി വലിപ്പത്തിലാണ് അരിഞ്ഞത്. നിങ്ങൾക്ക് ഒരു അല്പം വലിപ്പം ഇച്ചിരി കുറച്ച് വേണമെങ്കിൽ അങ്ങനെ അരിയാം. പക്ഷേ കുഴഞ്ഞു പോകല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വലിപ്പത്തിൽ തന്നെ ആ കഷ്ണം അരിഞ്ഞത്. കായപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി അപ്പോൾ ആ 2 മിനിറ്റ് കൂടെ ഒന്നുകൂടെ നടപ്പത്തിരിക്കട്ടെ. നമ്മൾ ഒന്നിങ്ങനെ നമിക്കാൻ നോക്കാം. ഇനി നമ്മൾ ഒരു 2 മിനിറ്റ് കൂടെ അടുപ്പത്തിരിക്കട്ടെ. അപ്പോൾ കുറച്ച് ദിവസമായി മഴ തുടങ്ങിയിട്ട് അല്ലേ. എന്നാ ചെയ്യാനാ കണ്ടില്ലേ, വെള്ളപ്പൊക്കി പലയിടത്തും വെള്ളപ്പൊക്കമായി മണ്ണിടിച്ചിലായി എന്തെല്ലാം അല്ലേ. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കണം കേട്ടോ. ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണിപ്പം. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക. അപ്പം ഏകദേശം ഒരു 2 മിനിറ്റോടെ ആയിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ തുറന്ന് നോക്കാം. ആണ് നല്ലപോലെ നാവി കയറിയപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് ഒതുങ്ങി. ഇത് ഇച്ചിരി മസാലയായിട്ട് കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അല്പം മസാലപ്പൊടിയും കൂടി ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ കഴിക്കുന്നവരും അങ്ങനെയും കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ മസാല ചേർക്കാതെ തന്നെ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമ്മുടെ കത്തിരിക്ക വഴുതനങ്ങ വെച്ച് ചപ്പാത്തിക്കും ചോറിനും പറ്റിയൊരു ഐറ്റമാണ്. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഇത് കേട്ടോ. ഈ രീതിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ടുണ്ടാക്കി കഴിക്കാം. നോക്കട്ടെ. ഓക്കെ, എല്ലാം വേണം നോക്കിക്കേ. ഈ കാശ്മീരി മുളക് ആകുമ്പോഴത്തേക്കൊണ്ട് നല്ല കളറായിരിക്കും. ചിലതായിരിക്കും അത് എരിവാണെന്ന്, അതിന് എരിവ് കുറവാണ്. നമ്മൾ പച്ചമുളകോ അല്ല കുരുമുളകോ ഒക്കെ ഇടുമ്പോഴത്തേക്കാണ് എരിവ് കിട്ടുന്നത്. നല്ലതാട്ടോ, നല്ല കറിയാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ നല്ല രുചിയുണ്ട്. നമ്മളിപ്പോൾ 2 ചപ്പാത്തി അങ്ങോട്ട് ഇട്ട് അതിൻ്റെ അകത്തോട്ട് ഇതായാലും ഒരു സ്പൂൺ ഇങ്ങനെ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്ന ഇപ്പോൾ അത് ഞാൻ കാണിച്ചാൽ ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ തിന്നാൻ നല്ല അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ ഇത് വഴുതനങ്ങ ചിലർക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഐറ്റം അല്ല വഴുതനങ്ങ എന്ന് പറയും. തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങൾ ചെയ്ത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കഴിക്കും. നല്ല രുചിയുണ്ട്, ചെയ്തു പോകും കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങ് നിർത്താം. പുളിയും എരിവും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ പരളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ പരളണമെങ്കിൽ വഴുതനങ്ങ പരളൻ. അപ്പം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു കഷ്ണം അങ്ങോട്ട് ഞെരടി ചോറ് വാരി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിക്കകത്തോട്ട് ഇത്തിരി ഗ്രേവി ഇതെല്ലാം കഴിയിട്ട് ചുരുട്ടി അങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്. ഇതേപോലത്തെ ഒരു പെരള അല്ലേ, വഴുതനങ്ങ പരള. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല രുചികരമായ ഒരു ഐറ്റമാണ്. അതുപോലെ വേറെ ആരുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇത് അധികം കട്ടിയില്ലാത്തൊരു സാധനം ഈ വഴുതനങ്ങാന്ന് പറയുന്നത്. തീരെ ചെറുതായി കഴിഞ്ഞാൽ ഇതങ്ങ് ഒത്തിരി ഇതിപ്പോൾ നമ്മൾ ഈ ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ടുകൊണ്ടാണ് ഇതുപോലെ ഒരു കഷ്ണങ്ങളായിട്ട് ഇരിക്കുന്നത്. ചെറുതാകുമ്പോഴത്തേക്ക് ഇത് കാണത്തു പോലും ഇല്ല. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
കൂട്ടത്തിൽ മറക്കാതെ ആ ബെൽ ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.